എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പവർ ബാങ്കിന് ഒരു കഥയുണ്ട്. ചെറിയൊരു കഥയാണ്, പക്ഷെ ആ ഒരു കഥ എന്നെ പഠിപ്പിച്ച കാര്യം വളരെ വലുതായിരുന്നു. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, റീസെൻ്റ്ലി ഞാൻ ഒരു ബാലി ട്രിപ്പ് പോയിരുന്നു. ഓൾമോസ്റ്റ് എ വീക്ക് ബാക്ക് ആണ് ഞാൻ ബാലിയിൽ ട്രിപ്പ് പോയത്. പാക്കേജ് ഒന്നും എടുത്തല്ല പോയത്, എല്ലാം നമ്മൾ തന്നെ സെൽഫായിട്ട് ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ട്രിപ്പ് പോയത്. സോ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പാക്കേജ് ഇല്ലാതെ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ പോകാൻ പറ്റും, എത്ര രൂപയാവും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റി എന്നിങ്ങനെ ഒരുപാട് കാര്യത്തെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇടാനുള്ളൊരു പ്ലാനിലാണ്. 1 lakh ആവോ ഇല്ലെന്ന് അറിയില്ല, ബട്ട് കുറേ ആൾക്കാർ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. ബട്ട് എനിവേസ് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സോ ബാലിക്ക് ഞങ്ങൾ എടുത്ത ഫ്ലൈറ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. ആ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്, പ്ലസ് കണക്ഷൻ ഫ്ലൈറ്റിന് ചെറിയൊരു ഡിലേയും കൂടി ഉണ്ടായി. അപ്പോൾ മൊത്തം ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 hours വരും മൊത്തം ജേർണി ടൈം. അത്രയും ലോങ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ്, പ്ലസ് ട്രാവൽ ആണ്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾക്ക് വേണ്ടൊരു സാധനമാണ് പവർ ബാങ്ക്. സോ ഇനിഷ്യലി ഞാൻ പ്ലാൻ ചെയ്തത്, ഞാൻ റീസെൻ്റ്ലി റിവ്യൂ ചെയ്തത് ഈ ഒരു സ്പൈജൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പവർ ബാങ്ക് ആണ്. ഇത് പക്ഷേ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 30,000 mAh പവർ ബാങ്ക് ആണ്. ഫ്ലൈറ്റ്സിൽ എനിക്ക് തോന്നുന്നു 20,000 mAh പവർ ബാങ്ക് വരെ അലോ ചെയ്യുള്ളൂ. പലപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട്, നമ്മൾ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കാറുണ്ടോ, ഉപയോഗിച്ചിട്ട് തന്നെയാണോ റിവ്യൂ പറയുന്നതെന്ന്. അത്തരത്തിൽ 7 മാസം മുന്നേ ഞാൻ റിവ്യൂ ചെയ്ത ഒരു പവർ ബാങ്ക് ആണ് ഈ ഒരു ബോട്ടിൻ്റെ പവർ ബാങ്ക്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പവർ ബാങ്ക് ആണ്. ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്. സോ വയർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സ്ലിം ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു പവർ ബാങ്ക് ആണ്. 10,000 mAh പവർ ബാങ്ക് ആണ് ഇത്. സോ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാബ് ഓൾറെഡി ബുക്ക് ചെയ്തു. ഒരു ആപ്പ് ഉണ്ട്, ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ആപ്പിൽ കൂടിയാണ് ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ ഞാനിരുന്ന് മറ്റേ ഏതാ പടം, ഒരു ഗോളം എന്ന് പറഞ്ഞൊരു പടമില്ല, നമ്മുടെ പുതിയൊരു പടം, ഒരു ഗോളം എന്ന് പറഞ്ഞ പടമൊക്കെ കണ്ടു. അങ്ങനെ പടമൊക്കെ കണ്ടിരുന്ന് അങ്ങനെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ആയി. പകുതി ഉറങ്ങി, പകുതി ഉറങ്ങാണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫോണിൻ്റെ ചാർജ് അങ്ങനെ ചടപടാന്ന് പറഞ്ഞ് തീർന്ന് വരുമായിരുന്നു. അപ്പോൾ ഏകദേശം അങ്ങനെ ഞങ്ങൾ ഡെൻപസാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഫോണിൻ്റെ ചാർജ് ഭയങ്കര കുറവായിരുന്നു. ഏകദേശം ഒരു 20% അത്ര ചാർജ് മാത്രമേ ഉണ്ടായുള്ളൂ. ആൻഡ് അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായി. ആൻഡ് അങ്ങനെ നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ടായി. ഡ്രൈവർ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ ക്യാബിലേക്ക് കയറി. സോ ക്യാബിൽ കയറിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണിലേക്ക് പവർ ബാങ്ക് കുത്തി ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇട്ടു. ആൻഡ് എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള ട്രാവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ട്രാഫിക് അടക്കം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് വണ്ടിക്കകത്ത് ഞാൻ ഫോൺ കുത്തിയിട്ടു. ആൻഡ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട വെച്ചിട്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ സീറ്റില്ല, എൻ്റെ ബാക്കിലത്തെ സീറ്റിൻ്റെ ബാക്കിലുള്ള പൗച്ചിനകത്ത് ഞാൻ ഫോൺ പവർ ബാങ്ക് കുത്തിയിട്ട് ഉള്ളിലിട്ടിട്ടുണ്ടായി. ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ ഏകദേശം ഒരു 6-7 മണിയായപ്പോഴാണ് ഹോട്ടലിലെത്തിയത്. ഞാൻ വണ്ടിയിൽ നിന്ന് ബാഗ് ലഗേജും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പുറത്ത് വെച്ചു. അകത്ത് വേറൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി. ശരി, ഡ്രൈവറിൻ്റെ ടാറ്റ ബൈബയൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി. ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. ഞാൻ അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകാൻ തുടങ്ങി. എൻ്റെ അടുത്തൊരു പവർ ബാങ്ക് ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ കയ്യിലൊരു പവർ ബാങ്ക് ഓൾറെഡി ഉണ്ടായി. ഇത് ചെറിയൊരു പവർ ബാങ്ക്. അപ്പോൾ അത് ആൾ ക്യാരി ബാഗിൽ കൊണ്ടു നടക്കുന്ന ഒരു പവർ ബാങ്ക് ആണ്. അങ്ങനെ ഞങ്ങൾ പോയി പല സ്ഥലത്തും ഇതേമാതിരി ബാറ്ററി കുറയുന്നുണ്ട്. കാരണം ഈ ഫോണിൽ മാപ്പും നാവിഗേഷനൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഫോണിലാണ് ഇതൊക്കെ ചെയ്യാറുണ്ട്. പെട്ടെന്ന് എൻ്റെ ബാറ്ററി കുറയുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പവർ ബാങ്ക് വെച്ചിട്ടാണ് ചാർജ് ചെയ്യാറുണ്ടായത്. അപ്പോൾ ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല. ബട്ട് ഓൾമോസ്റ്റ് 3rd ഡേ ആയപ്പോൾ ഞാനിങ്ങനെ ഹോട്ടലിൽ എൻ്റെ മറ്റേ പവർ ബാങ്ക് ഇന്ന് ചാർജിന് കുത്തിയിടാം, എന്തായാലും ഇപ്പോൾ പവർ ബാങ്ക് യൂസ് വരണ്ടല്ലോ എന്നുള്ളത് തപ്പി നോക്കിയപ്പോഴാണ് പവർ ബാങ്ക് കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും തപ്പി നോക്കിയിട്ട് ഒരു സ്ഥലത്തും പവർ ബാങ്ക് കാണുന്നില്ല. ഞാൻ ലാസ്റ്റ് പവർ ബാങ്ക് യൂസ് ചെയ്ത് ക്യാബിൽ ആ ഒരു സമയത്ത് വന്നപ്പോഴാണ്. ക്യാബിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിനകത്ത് വേറെ ഒന്നും ഉണ്ടായില്ല, ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ പവർ ബാങ്ക് എവിടെ പോയി? അതിനുശേഷമാണ് എന്നെ ഞെട്ടിച്ചൊരു സംഭവം നടന്നത്. 19 ഓഗസ്റ്റിന് എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നു. ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കൊമാങ് എന്ന് പറയുന്ന ഡ്രൈവറിൻ്റെ അടുത്ത് നിന്നാണ്. ഡ്രൈവർ എനിക്ക് ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് ഇത് നിങ്ങളുടെയാണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനത് കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. കാരണം ഭയങ്കര കോയിൻസിഡൻസ് ആണ്. കാരണം ഞാൻ പവർ ബാങ്ക് കാണുന്നില്ല എന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ഇങ്ങേരുടെ മെസ്സേജ്, ഞാൻ ഓൾമോസ്റ്റ് 8 മണി നൈറ്റ് ടൈമിലാണ് തപ്പിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് എനിക്ക് മെസ്സേജ് വന്നത്, ഇത് നിങ്ങളുടെ പവർ ബാങ്ക് ആണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഉടനെ യെസ്, പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഇത് എൻ്റെ പവർ ബാങ്ക് ആണ് എന്ന്. ആൻഡ് ആ ഒരു പുള്ളി വേറെ എവിടെയോ ആണ്, വളരെ ദൂരെയാണ് താമസിക്കുന്നത്. ആൻഡ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണെന്ന് വെച്ചാൽ, സാർ നിങ്ങൾ എപ്പോഴാണ് ടൗണിലേക്ക് ഇറങ്ങുന്നത്, എവിടെയാണ് വരേണ്ടതെന്ന് പറയൂ, ഞാൻ അവിടെ കൊണ്ട് നിങ്ങൾക്ക് പവർ ബാങ്ക് തരാമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 1,500 രൂപയുടെ ഒരു പവർ ബാങ്ക്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരാൻ തന്നെ ഏകദേശം 2,000 രൂപയോളം ടാക്സി ചാർജ് വരുന്നുണ്ട്. എന്നിട്ട് ആ പുള്ളി ഒരു പവർ ബാങ്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അദ്ദേഹം തന്നെ ഹോട്ടലിലേക്ക് വന്ന് സാധനം തരാമെന്ന് പറയുന്നു. ബട്ട് ഓൾറെഡി ഞങ്ങളുടെ ഐറ്റിനറി അനുസരിച്ച് വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറിയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിനോട് ആ ഒരു കാര്യം പറയുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത്, ഓക്കെ സാർ എന്നാണ് നിങ്ങളുടെ റിട്ടേൺ? ഞാൻ പറഞ്ഞു ഇന്ന ദിവസമാണ് എൻ്റെ റിട്ടേണിന് നിങ്ങളുടെ ഹോട്ടലിൽ നിന്നും എയർപോർട്ടിലേക്ക് നിങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു? ഞാൻ പറഞ്ഞു ഇല്ല, ക്യാബ് ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരട്ടെ,
അപ്പോൾ ആ ഒരു സമയത്ത് പവർ ബാങ്ക് റിട്ടേൺ ചെയ്യാമല്ലോ എന്ന്. സോ അവിടെ ഞാൻ ഓൾറെഡി ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ആൻഡ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ആപ്പിലും അതേപോലെ അവിടെ ഹോട്ടലിലും ചെക്ക് ചെയ്ത റേറ്റിനേക്കാളും ഹാഫ് പ്രൈസ് 50% പ്രൈസിൽ പുള്ളി വരാമെന്നും എന്നെ കൊണ്ടാകാമെന്നും പുള്ളി പറഞ്ഞ് രാവിലെ ഞങ്ങൾക്ക് 7 മണിക്കായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. പുള്ളി 6 മണിക്ക് ഹോട്ടലിലെത്തി. അവിടെ 7 മണി വരെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കി പവർ ബാങ്ക് കയ്യിൽ തന്നിട്ട് നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി നിങ്ങൾ ബാലിയിലേക്ക് വരണം, വരുമ്പോൾ കാണാം സാറേ, നല്ല ട്രിപ്പായിരിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിട്ടു. ഞാൻ ഓൾറെഡി ഈ ചാനലിൽ എനിക്ക് ബാംഗ്ലൂരിലെ ക്യാബിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എസ്പെഷ്യലി ബാംഗ്ലൂരിലൊക്കെ നിങ്ങൾ ഊബർ ഓലയൊക്കെ ബുക്ക് ചെയ്തൊരു ക്യാബിൽ പോവുകയാണെങ്കിൽ ആ ക്യാബിനകത്ത് എന്തെങ്കിലും സാധനം പോയി കഴിഞ്ഞാൽ അത് പോയി മറന്നേക്കും. ആപ്പിൽ കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP അടിക്കേണ്ട നമ്മളെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ഡയറക്റ്റ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരട്ടി വില പറയുന്ന കേവന്മാരാണ് ഇവിടെ മിക്കതും ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ബാലിയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു പവർ ബാങ്ക് തരാൻ പോലും ആൾക്കാർ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് വില്ലിങ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചപ്പോണ്ടല്ലോ ശരിക്കും അവരോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് തോന്നി. ഇതൊരു ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഇതിലും രസകരമായ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ഞാൻ ഒരു പുള്ളിയെടുത്ത് വെച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഒരു മറുപടിയാണ്. അത് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫുൾ വീഡിയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. സോ വൈകാതെ ഷെയർ ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നന്ദി. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.